காட்டியானை தாக்குதலில் இருந்து தங்களின் உயிருக்கும் சொத்துக்கும் பாதுகாப்பு ஏற்படுத்த வேண்டும் என்று வலியுறுத்தி போடிமெட்டில் உள்ள வனத்துறை அலுவலகத்தை தோட்ட தொழிலாளிகள் முற்றுகையிட்டு போராட்டத்தில் ஈடுபட்டனர். காட்டு யானைகளை விரட்ட நடவடிக்கை எடுக்கப்படும் என்று வனத்துறை உறுதியளித்ததை தொடர்ந்து போராட்டம் கைவிடப்பட்டது. சாந்தமாரி பேத்தொட்டியிலும் காணனம் மூப்பிலும் காட்டு யானைகள் மக்கள் வசிக்கும் பகுதியில் இறங்கியதைத் தொடர்ந்து பொதுமக்கள் சாந்தம்பாறையில் போடிமெட்டு வனத்துறை அலுவலகத்தை முற்றுகையிட்டனர். 25 நாட்களுக்குள் காட்டு யானை கூட்டங்கள் மக்கள் வசிக்கும் பகுதியிலும் விவசாய இடங்களிலும் இறங்கி விவசாய உற்பத்திகளை நாசம் செய்ததாகவும் மக்களின் உயிருக்கு ஆபத்துள்ளதாகவும் பொதுமக்கள் தெரிவித்தனர். பேத்தட்டி காணலோப்பு சேரியார் பாகத்தில் ஆன தொந்தரவு அதிகமா இருக்கு. ஒரு மாசம் ஆயிடுச்சு. ஒரு மாசம் மேல ஆகியும் யாரால நிம்மதியாக இருக்க முடியல. யாரும் வந்து எந்த கவனிப்பும் கிடையாது. கேட்டால் நாங்கள் ராங்கான இன்ஃபர்மேஷன் கொடுக்குறீங்க, எங்களால் வர முடியாது, எது வேணாலும் நீங்கள் பார்த்துக்கங்கன்னு சொல்லிட்டு யாருமே கேர் எடுக்கிறது இல்லை. இன்னைக்கு ஊராளுகளும் சேர்ந்து ஃபாரஸ்ட் ஆஃபீஸ்க்கு வந்திருக்கோம். எங்களுக்கு இன்னைக்கு ஒரு முடிவு கிடைக்காம இதுலேருந்து போக മാട്ടോം. ഞങ്ങൾ കൂത്തപ്പനത്തേരി ഭാഗത്ത് ഇതുവരെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്നിട്ട് 35 വർഷമായി. ഇതുവരെ ആയിട്ട് റോഡ് കടന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. ചെറിയ കുടിലൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഭാഗത്താണ് 7 എണ്ണം കടന്നു പോയിട്ടുള്ളത്. തിരിച്ച് അത് അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച 10 ദിവസമായി. ഇനിയും കടത്തി വിട്ടിട്ടില്ല. RRTക്കാർ വരുന്നു, ഓടിച്ചൊന്നും പറഞ്ഞിട്ട് പോകുന്നു, വീണ്ടും വരുന്നു. ഞങ്ങൾ രാത്രി മൊത്തം റോഡിൽ തീയും ഇട്ട് പിള്ളേരും വെച്ച് എത്ര നാളത്തേക്ക് ഉറക്കമില്ലാതെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് RRTക്കാരും ഫോറസ്റ്റുകാരും സംയുക്തമായിട്ട് ഏതെങ്കിലും ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാക്കണം. ആനയെ കടത്തിവിട്ട് കാട്ടുഭാഗത്ത് മതികെട്ടാനിലോ അല്ലെങ്കിൽ മുന്നൂറ്റൊന്ന് കോളനി ഭാഗത്തോ എവിടെയെങ്കിലും കടത്തിവിട്ടിട്ട് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട്, ഇവിടെ എല്ലാം കൂലിപ്പണിക്കാരാണ്, പണിക്ക് പോയിട്ട് തിരിച്ച് ഓടി വരുന്നു. പിള്ളേർ ഹിന്ദിക്കാരൊക്കെ കുഞ്ഞു പിള്ളേരും വെച്ചോണ്ടാ പണിക്ക് പോകുന്നത്. காளிப்பேத்தொட்டியில் ஸ்டோரின் அருகே 7 காட்டு யானைகள் கூட்டம் இறங்கியதோடு தொழிலாளிகள் 7 தோட்டங்களுக்கு வேலைக்கு செல்லவில்லை. காணனமூப்பில் 6 காட்டு யானைகள் கூட்டம் இறங்கியது. சாந்தம்பாரி டவுனிலிருந்து 2 கிலோமீட்டர் தூரத்தில் சேரியாரிலும் கடந்த தினம் இதே காட்டு யானைகள் இறங்கின. ஏராளமான விவசாயிகளின் பல ஏக்கர் கணக்கிலான ஏழை விவசாய காட்டு யானைகள் சேதப்படுத்தியுள்ளன. சமீப காலத்திலும் சேரியாரிலும் காட்டனமூப்பிலும் காட்டு யானைகள் வரவில்லை. அதனால் பொதுமக்கள் பயத்தில் உள்ளனர். காட்டு யானை கூட்டங்களை விரட்ட வனத்துறை நடவடிக்கை எடுக்கவில்லை என்று கூறி பொதுமக்கள் വനത്തുறை അലുവലകത്തെ മുற்றுകയിട്ടனர். ആനയുടെ ശല്യം കാരണം എനിക്ക് തന്നെ ഇറങ്ങി വരാൻ പോലും പറ്റുന്നില്ല. ഞാൻ തനിച്ചാ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടിൽ എപ്പോഴാണ് ആന നിൽക്കുന്നത്, എന്താ നിൽക്കുന്നതെന്നൊന്നും അറിയാൻ കൂടി പറ്റണില്ല. തന്നെ പേടിച്ച് ഒറ്റയിലൊക്കെ വന്ന് വേല ചെയ്തിട്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാ. രാവിലെ വന്ന് പണി ചെയ്ത് വീട്ടിൽ ചെന്നാൽ മാത്രമേ വീട്ടിൽ ചെന്നു എന്നുള്ളൂ. ഞങ്ങൾക്ക് ഇതുപോലെ ചെടിയൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ തന്നെ പാടാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. 2 മാസമായിട്ടൊക്കെ ഇങ്ങനെ പേടിച്ച് നിന്ന് പണിത് വീട്ടിൽ കൊണ്ടുവന്ന് കഞ്ഞി കുടിച്ച് കിടക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്ക്. ചെടികളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ജീവിതം തന്നെ എന്താവും? കഴിഞ്ഞ ഒരു 8 ദിവസമായിട്ട് ഒരു 8-9ഓളം കാട്ടാനകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് ജനവാസ മേഖലയിൽ വളരെ അക്രമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കൂന്തപ്പുറത്തേരി എന്ന കോളനിയിലാണ് 7 ആന ഏതാണ്ട് 7:30 സമയത്തോടുകൂടി വന്നത്. അന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആനയെ കടത്തി വിട്ടെങ്കിൽ പോലും ആന ഇവിടെ ഈ പ്രദേശം വിട്ടു പോകാൻ പറ്റുന്നില്ല. അതേപോലെ സമീപ പ്രദേശത്തുള്ള കൃഷി മേഖലയിലേക്ക് ഇറങ്ങി വളരെ രൂക്ഷമായിട്ട് കൃഷിനാശം, ഏലച്ചെടികളൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം. അതുമാത്രമല്ല, ഏലത്തോട്ടത്തിൽ ജോലിക്കാർക്ക് വിശ്വസിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ കാനൽമൂപ്പിൽ അവിടെ എല്ലാം 2 ഏക്കർ 3 ഏക്കർ ചെറുകിട കർഷകരാണ്. 2 ഏക്കറാണ്. ഇപ്പോൾ 6ഓളം ആന ആ കൃഷി മേഖല ഇറങ്ങി കൃഷി വ്യാപകമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഏലത്തോട്ടങ്ങളിൽ വേല ചെയ്യും വടമാநில തൊഴിലാളികളും മുற்றுகை പോരാട്ടത്തിൽ പങ്കെടുത്തனர். പൊതുസേവകர்களும் വനത്തുறை அதிகாரிகளும் நடத்திய பேச்சுவார்த்தையை தொடர்ந்து சின்னக்கானல் மூணார் பகுதிகளில் இருந்துள்ள RRT കുഴുവിനരെ കൊണ്ടുവന്ന് കാട്ടുയാനകളെ വനത്തിற்குள் വിരട്ട തീരുമാനിക്കപ്പെട്ടത്. അടുത്ത ദിവസം തന്നെ ഇതേപോലെ ഉപരോധ സമരവുമായിട്ട് ആളുകൾ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിലേക്ക് വരും. ഇതിന്റെ മേലുദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. കാരണം വലിയ രൂക്ഷമായിട്ടാണ് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആനശല്യം രൂക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുക. കൂന്തപ്പനത്തേരി ഭാഗത്തൊന്നും ഇതുവരെയായിട്ടും ഈ കാലത്തിനോടിടയ്ക്ക് ആ കൂന്തപ്പനത്തേരി ഭാഗത്തേക്ക് ആന കടന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ആ ജനവാസ മേഖലയിലേക്കും ആന കിടക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, നാളെ രാവിലെ മുതൽ RRTയുടെ 4 ടീമുണ്ടാകും. ജനങ്ങൾ ആരും നാളെ പണിക്ക് പോകരുത്. മുതലാളിമാർ പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരാളെ പോലും പണിക്ക് വിടാതെ അവർ കൂടി ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. யானை விரட்டுவதற்கான நடவடிக்கைகள் வனத்துறை தொடங்கும் என்றும் உறுதி கிடைத்ததோடு 2 மணி நேரம் நடந்த முற்றுகை போராட்டம் நிறைவு பெற்றது. நியூஸ் பீரோ ராஜகுமாரி.